ശ്രീകൃഷ്ണാർപ്പണമസ്തു. എല്ലാവർക്കും നമസ്കാരം. പൂരോരുട്ടാതി, ഉത്രട്ടാതി, രേവതി എന്നീ നക്ഷത്രങ്ങൾ ജന്മനക്ഷത്രമായോ ലഗ്നമായോ വരുന്നവർക്ക് ശനി മാറ്റത്തെ എങ്ങനെ നോക്കിക്കാണാമെന്ന് നോക്കാം. 2024 ഡിസംബർ 27 ശനി ഭഗവാൻ പൂരോരുട്ടാതിയിൽ പ്രവേശിച്ചു കഴിഞ്ഞു. 2025 ഏപ്രിൽ 28 വരെ ഇത് തുടരും. മൈന്യൂട്ടായി പരിശോധിക്കണമെങ്കിൽ ഓരോ ജാതകവും വിലയിരുത്തേണ്ടതാണ്. കാരണം പൂരോരുട്ടാതിയുടെ എത്രാമത്തെ പാദത്തിലാണ് ചന്ദ്രനോ ലഗ്നമോ എന്നറിയണം. പൂരോരുട്ടാതി എന്ന നക്ഷത്രം സൂര്യകർമ്മയിൽ വരുന്നതാണെന്ന് നമുക്കറിയാം. സൂര്യന്റെ കാരകത്വങ്ങൾ മനസ്സിൽ വരേണ്ടതാണ്. ഈഗോ, സർക്കാർ, ഡിപ്പാർട്ട്മെന്റൽ ഹെഡ്സ് എന്നിവയാണ്. ശനി കർമ്മകാരനാണ്. ഈ നക്ഷത്രത്തിൽ ശനി നിൽക്കുമ്പോൾ പാഠം പഠിപ്പിക്കാൻ വരികയാണ്. ഒരിക്കലും തെറ്റു ചെയ്യുന്നത് കണ്ടു നിൽക്കാൻ ശനി ഭഗവാൻ ആവില്ല. അതുകൊണ്ട് തന്നെയാണ് തുലാം രാശിയിൽ ശനി ഉച്ചനാവുന്നതും. ദേഷ്യം കുറയ്ക്കണം, ഈഗോ ഉണ്ടാവരുത്. ഗവൺമെന്റ് ഡോക്യുമെന്റ്സ്, ഗവൺമെന്റ് റൂൾസ് എന്നിവ കൈകാര്യം ചെയ്യുമ്പോൾ അതീവ ശ്രദ്ധ കൊടുക്കേണ്ടതാണ്. പൂരോരുട്ടാതി നക്ഷത്രത്തിന്റെ ഒരു പോരായ്മ തന്നെ പണം ആർക്കും കടം കൊടുക്കുകയോ കടം വാങ്ങുകയോ ചെയ്യരുത്. ശനി നിൽക്കുമ്പോൾ വളരെ ശ്രദ്ധ ഈ കാര്യത്തിൽ വേണം. ഇല്ലെങ്കിൽ പതനം സംഭവിക്കും. 2025 ഏപ്രിൽ 28 ഉത്രട്ടാതി നക്ഷത്രത്തിലെത്തും. ഇത് കേൾക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം, ചന്ദ്രനാണോ ലഗ്നമാണോ ഉത്രട്ടാതിയിൽ നിൽക്കുന്നതെന്ന് നോക്കണം. ലഗ്നപുള്ളിയാണ് എങ്കിൽ ഓരോ ജാതകനും, ചന്ദ്രനാണ് നിൽക്കുന്നത് എങ്കിൽ മാതാവിനെയും മനസ്സിനെയും കണക്കാക്കണം. ഈ വേർതിരിവ് അറിഞ്ഞു വേണം കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടത്. ഉത്രട്ടാതി ചന്ദ്രകർമ്മയാണ്. അതുകൊണ്ട് ഇവർ ശ്രദ്ധിക്കേണ്ടത് പ്രധാനമായും മനസ്സും ഭക്ഷണവുമാണ്. ഒരു താഴ്ന്ന മനോഭാവം ഈ സമയത്ത് ഉണ്ടാവും. അത് പാടില്ല. ഞാൻ ജീവിതത്തിൽ പരാജയപ്പെട്ടോ എന്നൊരു തോന്നൽ ഉണ്ടാവാം. ശനി ഭഗവാൻ ഉറങ്ങിക്കിടന്ന നമ്മെ ഉണർത്താൻ വന്നതാണ് എന്ന ബോധം വന്നാൽ രക്ഷപ്പെടും. അലസത ഉപേക്ഷിക്കേണ്ട സമയമായി എന്ന തിരിച്ചറിവ് വേണം എന്ന് ചുരുക്കം. ഉത്രട്ടാതി, പൂയം, അനിഴം ഈ 3 നക്ഷത്രങ്ങളുടെയും അധിപൻ ശനി ഭഗവാനാണ്. അതുകൊണ്ട് തന്നെ ഭയപ്പെടേണ്ട ആവശ്യം വരുന്നില്ല. ഭക്ഷണത്തിന്റെ കാര്യത്തിൽ ശ്രദ്ധ വേണ്ട സമയമാണ്. മാനസിക ഊർജം ഉണ്ടാക്കിയെടുക്കുക, ഭക്ഷണത്തിന് നിയന്ത്രണം വരുത്തുക എന്നീ 2 കാര്യങ്ങളിൽ ശ്രദ്ധ അത്യാവശ്യമാണ്. മെയ് 2026 രേവതി നക്ഷത്രത്തിൽ ശനി വരികയാണ്. ഇവർ ശ്രദ്ധിക്കേണ്ടത് ജോലിയിലാണ്. രേവതി നക്ഷത്രം ചൊവ്വ കർമ്മയാണ്. ചൊവ്വയുടെ കാരകത്വവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ ജാഗ്രത വേണം. ജോലി, വിവാഹം, ഇളയ സഹോദരങ്ങൾ, ഭൂമി ഇടപാടലുകൾ എന്നിവ ചൊവ്വയുടെ കാരകത്വത്തിൽ വരുന്നതാണ്. ഈ വിഷയങ്ങളിൽ അധാർമികത കാണിച്ചാൽ ശനി ഭഗവാൻ ശിക്ഷ തരും എന്നുള്ളത് ഉറപ്പായ കാര്യമാണ്. മേൽപ്പറഞ്ഞ 3 നക്ഷത്രക്കാർക്കും പൊതുവായ പോംവഴികൾ ഏതൊക്കെയാണെന്ന് നോക്കാം. നമ്മുടെ ഉള്ളിലുള്ള കഴിവുകൾ പുറത്തെടുക്കുക. അത് മെയിൻ ആയിട്ടോ അല്ലെങ്കിൽ സബായോ ജോലിയിൽ മാറ്റുക. അതിനുവേണ്ടി പഠനങ്ങൾ വേണമെങ്കിൽ അതിൽ ഏർപ്പെടുക. ഹാർഡ് വർക്ക് ശനി ഭഗവാന് ഇഷ്ടമുള്ള കാര്യമാണ്. ശനിയുടെ കാരകത്വത്തിൽ വരുന്നവരെ സഹായിക്കുക. വികലാംഗർ, വീട്ടുജോലിക്കാർ, താഴെ തട്ടിൽ ജോലി ചെയ്യുന്ന എല്ലാവരും ഇതിൽപ്പെടും. ആത്മീയ പരിഹാരം കാവൽ ദൈവങ്ങളെ പ്രീതിപ്പെടുത്തുക എന്നുള്ളതാണ്. ശനിയാഴ്ച ക്ഷേത്ര ദർശനം നടത്തുന്നതും നല്ലതാണ്. മേൽപ്പറഞ്ഞ നക്ഷത്രങ്ങളിൽ ചന്ദ്രനാണ് നിൽക്കുന്നതെങ്കിൽ മാതാവിന്റെ കാലിന് പ്രശ്നം വരാതെ സൂക്ഷിക്കണം. ചെറിയ അസ്വസ്ഥതകൾ തോന്നുകയാണെങ്കിൽ വൈദ്യസഹായം തേടണം. മീനത്തിൽ ശനി സഞ്ചരിക്കുന്ന കാലം ഈ 3 നക്ഷത്രവുമായി ബന്ധപ്പെട്ടവർ പുതിയ അറിവുകളിലേക്ക് പ്രയാണം ചെയ്യുകയാണെങ്കിൽ ആ അറിവ് കൊണ്ട് ഭാവിയിൽ ശ്രേഷ്ഠമായ ഒരു ജീവിതം നയിക്കാൻ കഴിയുമെന്നതും നിസ്സംശയം പറയാവുന്നതാണ്. നന്ദി, നമസ്കാരം.